വരുന്ന കുഞ്ഞു കുട്ടികൾക്ക് എല്ലാവർക്കും വേണ്ടത് ഈ സോങ് മാത്രം മതി. അപ്പോഴാണ് ഞാൻ ഈ സോങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയത്. അപ്പോൾ നമുക്ക് ഈ സോങ്ങിൻ്റെ ടാബ്, സോങ് എങ്ങനെ പ്ലേ ചെയ്യാം, കോഡ്സ് എങ്ങനെ അപ്ലൈ ചെയ്യാം, ഏതൊക്കെ കോഡ്സ് ഏതൊക്കെ സ്റ്റൈലിൽ പ്ലേ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ സോങ് വന്നേക്കുന്നത് എ മേജറാണ്. എ മേജറിൻ്റെ ഷാർപ്പുകൾ എഫ് ഷാർപ്പ്, സി ഷാർപ്പ്, ജി ഷാർപ്പ്, 3 ഷാർപ്പ് സ്കെയിലാണ്. അപ്പോൾ എ മേജർ നമുക്ക് ഫസ്റ്റ് പൊസിഷനിൽ പ്ലേ ചെയ്യാം. ഇനി നമുക്ക് സെക്കൻഡ് പൊസിഷനിൽ അതാണ് എ മേജറിലാണ് അത് പാട്ട് കമ്പോസ് ചെയ്തേക്കണേ. വളരെ രസമായിട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ട്. കാരണം കുട്ടികളെയൊക്കെ ഇഷ്ടപ്പെടുത്താൻ ആ സോങ് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഗിറ്റാർ പഠിക്കാനും ഈ സോങ് ഭയങ്കര ഇൻസ്പിറേഷനാണ് കുട്ടികൾക്ക്. അപ്പോൾ നമുക്ക് ആ സോങ് നോക്കാം. ഈ സോങ്ങിൽ ഏതൊക്കെ കോഡ്സ് വരും വിഷ്ണു? കോഡ്സ് വന്നത് 4 കോഡ്സാണ് റിപ്പീറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് കോഡ് വന്നത് എ മേജറാണ്, പിന്നെ വന്നത് എഫ് ഷാർപ്പ് മൈനറാണ്, പിന്നെ വന്നത് ഡി മേജർ, പിന്നെ വന്നത് ഇ മേജർ. ഈ 4 കോഡ് റിപ്പീറ്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതിന്റെ വേറൊരു പ്രത്യേകത, എ മേജർ കഴിഞ്ഞിട്ട് എഫ് ഷാർപ്പ് മൈനർ ഇടുമ്പോൾ നല്ല സുഖമല്ലേ? ചില കുട്ടികൾക്ക് എഫ് ഷാർപ്പ് മൈനറൊക്കെ പ്ലേ ചെയ്യാൻ കുറച്ച് ടഫ് ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ നമുക്ക് നേരെ എ മേജർ വായിക്കാം, അത് കഴിഞ്ഞിട്ട് ഇ മേജർ വായിക്കാം, അത് കഴിഞ്ഞിട്ട് ഡി വായിക്കാം, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇ മേജർ വായിക്കാം. ഏതൊക്കെ 3 സ്റ്റൈലിൽ നമ്മൾ പ്ലേ ചെയ്യണം, 3 പൊസിഷനിൽ. അപ്പൊ ഏതൊക്കെ സ്റ്റൈൽ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്? അപ്പൊ നമുക്ക് ഫസ്റ്റ് നമുക്ക് സിമ്പിൾ ആയിട്ട് ഓരോ ഡൗൺ സ്ട്രോക്ക് വെച്ചിട്ട് വായിക്കാം. ഇങ്ങനെ വായിക്കാം. പിന്നെ നമുക്ക് നെക്സ്റ്റ് പ്ലക്കിംഗ് സ്റ്റൈൽ വായിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്ട്രമ്മിങ് വായിക്കാം. അപ്പോൾ നമുക്ക് ഈ 3 പൊസിഷനിലൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, റെഡി? 3, 4.